കേരളത്തിലെ സഹകരണ സംഘങ്ങളെ എങ്ങനെ കൂടുതൽ ശക്തിപ്പെടുത്താം, അവയുടെ നഷ്ടസാധ്യതകളെ എങ്ങനെ കുറയ്ക്കാം, അവയെ എങ്ങനെ കൂടുതൽ കരുത്തുറ്റതാക്കാം, അതിൻ്റെ സാഹചര്യത്തെ സംബന്ധിക്കുന്ന ഒരു കോപ്പ് ടോക്സാണ് ഇന്ന് ഇതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ സഹകരണ മേഖലയുടെ പൊതുസ്ഥിതി വിവര കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏതാണ്ട് 4,00,000 സഹകരണ സംഘങ്ങൾ ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. 25,000-ഓളം വരുന്ന സഹകരണ സ്ഥാപനങ്ങളിൽ 1,00,000-ഓളം സഹകരണ ജീവനക്കാർ പണിയെടുക്കുന്നു. മറ്റൊന്ന്, ആ സ്ഥാപനങ്ങളിൽ ഏതാണ്ട് 2.5 ലക്ഷം ആളുകൾ അതിൻ്റെ ഭരണസമിതിയുടെ ഭാഗമായി മാറിയിരിക്കുന്നു. 2.5 ലക്ഷത്തോളം വരുന്ന ഭരണസമിതി അംഗങ്ങൾ, 1 ലക്ഷത്തോളം വരുന്ന ജീവനക്കാർ, 25,000-ഓളം വരുന്ന സഹകരണ സംഘങ്ങൾ. അടുത്തിടെ പുറത്തു വന്ന ഒരു കണക്കിൽ സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ജനസംഖ്യയുടെ 60% ആളുകൾ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. അപ്പോൾ 60%-ഓളം കേരളീയ ജനസംഖ്യയുടെ അംഗബലം കേരളത്തിലെ സഹകരണ മേഖലയ്ക്കുണ്ട് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്നതായ ഒരു സംഗതി, 18 വയസ്സ് പൂർത്തിയായ ഒരാൾക്ക് മാത്രമേ ഒരു സഹകരണ സംഘത്തിലെ അംഗമായി ചേരാൻ കഴിയൂ എന്ന വസ്തുതയാണ്. അപ്പോൾ 1 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ഉള്ള ജനസംഖ്യ കൂടാതെയാണ് 60% ജനസംഖ്യയുടെ എണ്ണം സഹകരണ മേഖലയുടെ ഭാഗമാണ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റൊരു തരത്തിൽ അതിനെ വ്യാഖ്യാനിച്ചെടുത്താൽ 18 വയസ്സിന് താഴെ പ്രായമുള്ള ആളുകൾ കൂടി നിയമപ്രകാരം ഒഴിവാക്കപ്പെടുന്ന ആളുകൾ മാത്രമേ ഒഴിവാക്കപ്പെട്ടിട്ടുള്ളൂ. അതായത് ഏതാണ്ട് കേരളത്തിലെ ജനസംഖ്യയുടെ സമ്പൂർണമായ പങ്കാളിത്തമാണ് നമ്മുടെ സഹകരണ സംഘങ്ങളിലെ അംഗത്വവുമായി ബന്ധപ്പെട്ടുള്ളത് എന്ന് നമുക്ക് ഇതിനോട് ചേർത്ത് വച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. കേരളത്തിലെ സഹകരണ സംഘങ്ങളുടെ ശക്തിയുമായി ബന്ധപ്പെട്ട ഒരു പരിശോധന നാം നടത്തുമ്പോൾ സംസ്ഥാനത്തിൻ്റെ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുമായി ചേർത്ത് വച്ചിട്ടുള്ള ഒരു പരിശോധനയ്ക്കാണ് ഞാൻ മുതിരുന്നത്. 2 ലക്ഷം കോടി നിക്ഷേപവും 1.8 ലക്ഷം കോടി വായ്പാ ബാക്കിയുമായി ഉണ്ടായിരുന്ന ഒരു പ്രൗഢിയുടെ കാലഘട്ടം കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു. പിന്നീട് കരുവന്നൂർ പോലെ രൂപപ്പെട്ട അവിശ്വാസത്തിൻ്റേതായ ഒരു കാലഘട്ടം, സഹകരണ മേഖലയിലെ ബലക്ഷയങ്ങളുടെ ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞ സ്ഥിതിവിവരത്തിൽ നിന്നും കേരളത്തിലെ സഹകരണ മേഖല പിന്നോട്ട് പോയി. നിക്ഷേപ അടിത്തറയിൽ, വായ്പയിലെല്ലാം പിന്നീട് ഒരു പിന്നോട്ടടിയുടെ ഒരു കാലഘട്ടമുണ്ട്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന കണക്കുകളുടെ സാധ്യത പങ്കുവയ്ക്കാൻ മാത്രമേ കഴിയൂ. ഓഥൻറ്റിക്കായി സംസ്ഥാന സഹകരണ വകുപ്പ് പുറത്തുവിട്ടിട്ടുള്ളൊരു കണക്കല്ല. എങ്കിലും ലഭ്യമായ വിവരങ്ങളും അന്വേഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ പറയുമ്പോൾ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ 60% സൊസൈറ്റീസ് PACS നഷ്ടത്തിലാണ്. ഏതാണ്ട് 40% സംഘങ്ങൾ മാത്രമാണ് ലാഭത്തിലുള്ളത്. ഈ നഷ്ടത്തിലുള്ള സംഘങ്ങളുടെ ആകെ നഷ്ടം 9,400 കോടിയാണ് എന്ന പേടിപ്പെടുത്തുന്ന ഒരു ഫിഗർ നമ്മുടെ മുമ്പിലേക്ക് വരാണ്. നഷ്ടത്തിൽപ്പെട്ട സംഘങ്ങളുടെ എല്ലാ സംഘങ്ങളുടെയും നഷ്ടം കൂട്ടിച്ചേർക്കുമ്പോൾ എല്ലാ പ്രാഥമിക കാർഷിക വായ്പാ സംഘത്തിൻ്റെയും നഷ്ടം ഒരുമിച്ച് ചേർത്താലാണ് ഞാൻ പറഞ്ഞ 9,400 കോടിയിലേക്ക് വരുന്നത്. എന്നാൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന 40% സൊസൈറ്റികളുണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. 40% സംഘങ്ങളുടെ ലാഭം ഒരുമിച്ച് ചേർത്താൽ അത് ഏതാണ്ട് 270 കോടി മാത്രമാണ് എന്ന് പറയുമ്പോൾ എത്രമാത്രം ബലക്ഷയം സംഭവിച്ച ഒരു സഹകരണ മേഖലയാണ് പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ രംഗത്ത് നിലനിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് വേണം കേരളത്തിലെ സഹകരണ മേഖലയുടെ ശാക്തീകരണത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ എന്നുള്ളതാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വസ്തുത. ഒരു സഹകരണ സ്ഥാപനം നഷ്ടത്തിലാവുക എന്ന് പറഞ്ഞാൽ ആ നഷ്ടത്തിന് കാരണമാകുന്ന നിരവധിയായ ഘടകങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഓരോ സ്ഥാപനത്തിൻ്റെയും നഷ്ടത്തിൻ്റെ കാരണം പ്രത്യേകമായി കണ്ടുപിടിക്കേണ്ടതുണ്ട്.
പ്രത്യേകമായി പരിശോധിക്കേണ്ടതുണ്ട്. ഏത് മേഖലയാണ് നമുക്ക് കൂടുതൽ നഷ്ടം പ്രദാനം ചെയ്തത് എന്ന പരിശോധന പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറുന്നു. അങ്ങനെ മാറുമ്പോൾ വിവിധ ഘടകങ്ങൾ പൊതുവെ നമുക്ക് കാണാൻ കഴിയും. എല്ലാ സഹകരണ സംഘങ്ങളും പ്രധാനമായും നേരിടുന്ന നഷ്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വരവും ചെലവും തമ്മിലുള്ള വ്യതിയാനമാണ്. വരവിനേക്കാൾ ചെലവ് കൂടുമ്പോൾ സ്വാഭാവികമായും സ്ഥാപനങ്ങൾ നഷ്ടത്തിലേക്ക് വരുന്നു. അപ്പോൾ കേരളത്തിലെ സഹകരണ മേഖലയുടെ വരവ് കുറയാനും ചെലവ് കൂടാനും കാരണമായ സാഹചര്യങ്ങൾ എന്തെല്ലാമാണ് എന്നതിൻ്റെ പരിശോധനയായിരിക്കും ഒരു സഹകരണ ശാക്തീകരണ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു നിലപാട് അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. അപ്പോൾ ഓരോ സ്ഥാപനത്തിൻ്റെയും നഷ്ടകാരണങ്ങളെ വ്യതിരിക്തമായി വിലയിരുത്തുകയും കണ്ടെത്തുകയും ചികിത്സിക്കുകയും ഭാവിയിലേക്കുള്ള പ്രോഗ്രാം, കർമ്മ പദ്ധതി അല്ലെങ്കിൽ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുക, അത് നടപ്പാക്കുക, അതിൻ്റെ പുരോഗതി വിലയിരുത്തുക. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള നിരന്തര പരിശോധനകളായിരിക്കും സഹകരണ സ്ഥാപനങ്ങളെ ഇന്ന് കാണുന്ന നഷ്ടത്തിൽ നിന്നും ലാഭത്തിലേക്ക് കൊണ്ടുവരാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് ഏറെ നാളായി പ്രവർത്തിക്കുന്ന ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ വിവിധങ്ങളായ സഹകരണ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ വേണ്ടി പോവാറുണ്ട്. ഈ യാത്രകളിൽ അല്ലെങ്കിൽ ഈ ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി പോവാറുണ്ട്, മീറ്റിങ്ങുകളിൽ പോയി സംസാരിക്കാറുണ്ട്. ഇങ്ങനെ സഹകരണ ജീവനക്കാരുമായും ബോർഡ് മെമ്പർമാരുടെയും എല്ലാം മീറ്റിങ്ങുകളിലും ക്ലാസ്സുകളിലുമെല്ലാം അടുത്തിടെയെല്ലാം പങ്കെടുക്കുമ്പോൾ തോന്നിയിട്ടുള്ള ഒരു പൊതുസ്ഥിതി മേഖലയെ ആകെ ഒരു മ്ലാനത ബാധിച്ചിരിക്കുന്നു. മേഖലയിൽ പഴയ സന്തോഷമില്ല, ജീവനക്കാരുടെ മുഖത്ത് സന്തോഷം കാണുന്നില്ല. സ്വപ്നപ്രതീക്ഷയുള്ള ഭരണസമിതി പലപ്പോഴും നിരാശയിലേക്ക് മാറുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മേഖലയിൽ ഞാൻ ആദ്യം പറഞ്ഞ സ്ഥിതിവിവരക്കണക്കുകൾ, സഹകരണ മേഖലയെക്കുറിച്ച് വന്ന മോശം ചർച്ചകൾ, മാധ്യമ പ്രചാരണങ്ങൾ, ഇതിൻ്റെ എല്ലാം ഭാഗമായി മേഖല പൊതുവെ മേഘാവൃതമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മേഘാവൃതമായ അല്ലെങ്കിൽ മ്ലാനവദനരായ ജീവനക്കാരെയും ഭരണസമിതി അംഗങ്ങളെയും കൂടുതൽ സേവനം നൽകാൻ ശേഷിയുള്ള ജീവനക്കാരും ബോർഡുമായും പരിവർത്തനം ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു, ഓരോ സ്ഥാപനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടും നമുക്ക് വ്യതിരിക്തമായ കാരണങ്ങൾ കണ്ടെത്തണം. അത് പ്രത്യേകമായ ഒരു പരിശോധനയാണ്, സമയമെടുക്കുന്ന ഒരു പരിശോധനയാണ്. ഒരു ഒറ്റമൂലി ചികിത്സ കൊണ്ട് ഒരു സഹകരണ സ്ഥാപനത്തെ നമുക്ക് രക്ഷപ്പെടുത്താം എന്ന് നാം തീരുമാനിച്ചാൽ അത് സ്ഥായിയായി അങ്ങനെ ഒരു ഒറ്റമൂലി ചികിത്സ നമുക്ക് സഹകരണ മേഖലയിൽ പ്രയോഗിക്കാൻ കഴിയാതെ വരുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേക സ്ഥിതിവിശേഷം? ഞാൻ ആദ്യം പറഞ്ഞു, ആ സ്ഥാപനത്തിൻ്റെ സ്ഥിതിവിവരക്കണക്കുകൾ, അതിൻ്റെ ഏറ്റവും അവസാനത്തെ 3 അല്ലെങ്കിൽ 5 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട്, അതിലെ ബാലൻസ് ഷീറ്റ്, വ്യാപാര കണക്കുകൾ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എല്ലാം പ്രത്യേകം പരിശോധിക്കുന്നു. ആ സ്ഥാപനത്തെ നഷ്ടത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട റീസൺസ് നമ്മൾ കണ്ടെത്തുന്നു. കണ്ടെത്തി അത് ലഘൂകരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പദ്ധതി തയ്യാറാക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് 2 രൂപത്തിലാണ് അതിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുക. ഒന്ന്, അതാത് സ്ഥാപനങ്ങൾ അവയുടെ സാധ്യത ഉപയോഗിക്കുക. മാനേജ്മെൻറ്റ് മികച്ച ചർച്ചകൾ സംഘടിപ്പിക്കാം. ഒരു സഹകരണ സ്ഥാപനം നഷ്ടത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ലാഭം കുറവാണെങ്കിൽ നമുക്ക് ആ നഷ്ടം കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നത് മാനേജ്മെൻറ്റിൻ്റെ സ്ഥിരം അജണ്ടകൾക്കപ്പുറമുള്ള ഒരു അജണ്ടയായി മാറണം. ഭരണസമിതി യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ടകളിൽ സ്ഥിരമായി സംഘം പ്രവർത്തനങ്ങളെ സംബന്ധിക്കുന്ന പരിശോധന പ്രധാനപ്പെട്ട കാര്യമായി മാറട്ടെ. ഇന്നിപ്പോൾ പൊതുവെ കാണാൻ കഴിയുന്നത് സഹകരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതി യോഗത്തിൽ വായ്പാ അപേക്ഷ, അംഗത്വ അപേക്ഷ, MDS അപേക്ഷ, കച്ചവട സ്ഥാപനങ്ങളെ സംബന്ധിച്ചുള്ളൊരു റിപ്പോർട്ടും കാര്യങ്ങളും, മറ്റപേക്ഷകൾ, മറ്റത്യാവശ്യ കാര്യങ്ങൾ എന്നിങ്ങനെ പൊതുവായ ചില അജണ്ടകളുടെ പിന്നാലെയാണ് സഹകരണ സ്ഥാപനങ്ങൾ. വികസന അജണ്ട, ഡെവലപ്മെൻറ്റ് അജണ്ട ചർച്ച ചെയ്യുന്ന ഭരണസമിതികളുടെ എണ്ണം നമ്മുടെ സംസ്ഥാനത്ത് തുലവും കുറവാണ് എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം. അപ്പോൾ ഡെവലപ്മെൻറ്റ് അജണ്ട നമ്മുടെ ഭരണസമിതി യോഗത്തിൻ്റെ മുഖ്യ വിഷയങ്ങളിൽ ഒന്നായിട്ട് മാറണം. അത് ചർച്ച ചെയ്യുക, സംഘത്തിൻ്റെ ലാഭകരമായ പ്രവർത്തനം ഉറപ്പുവരുത്തുക, അതിന് നമുക്ക് സംഭവിച്ച പാളിച്ചകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് മനസ്സ് തുറന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങൾ, ഇവയെല്ലാം നമുക്ക് സ്ഥാപനത്തിൽ കൊണ്ടുവന്നുകൊണ്ട് നഷ്ടസാധ്യതകൾ കുറയ്ക്കാൻ
അല്ലെങ്കിൽ നഷ്ടം ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന കർമ്മ പദ്ധതി നമുക്ക് തയ്യാറാക്കാൻ ആ രംഗത്ത് താല്പര്യമുള്ള ഭരണസമിതികൾക്ക് കഴിയുന്നതാണ്. അതാണ് ഭരണസമിതിയുമായി ബന്ധപ്പെട്ട ഒരു തലം. ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നഷ്ടസാധ്യത കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് സെക്രട്ടറി അല്ലെങ്കിൽ ജീവനക്കാർ അവർക്ക് നിർവഹിക്കാനുള്ള വലിയൊരു ചുമതലയുണ്ട്. ഭരണസമിതി യോഗത്തിലേക്ക് താൻ പ്രതിദാനം ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ സ്ഥിതിവിവര കണക്കുകൾ പരിശോധിച്ച് നഷ്ടസാധ്യതകളെ വിലയിരുത്തി സമഗ്രമായ റിപ്പോർട്ട് പ്രസിഡന്റിനും ഭരണസമിതിക്കും സമർപ്പിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം ബാങ്കിൻ്റെ സെക്രട്ടറി. അല്ലെങ്കിൽ സെക്രട്ടറിക്ക് സ്വയമേവ ആ രംഗത്ത് പ്രാവീണ്യക്കുറവുണ്ടെങ്കിൽ, പരിജ്ഞാനക്കുറവുണ്ടെങ്കിൽ തൻ്റെ ജീവനക്കാരുടെ സമൂഹത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ജീവനക്കാരും സെക്രട്ടറിയും തമ്മിൽ തുറന്ന ചർച്ച നടത്തിക്കൊണ്ട് നമ്മുടെ സ്ഥാപനത്തെ നമുക്ക് എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം, സ്ഥാപനത്തിൻ്റെ നഷ്ടം എങ്ങനെ കുറയ്ക്കാം, എങ്ങനെ കൂടുതൽ ലാഭത്തിലേക്ക് വരാം എന്ന കാര്യത്തിൽ നമ്മുടെ ജീവനക്കാരുടെ സമൂഹത്തിലും നമുക്ക് അഭിപ്രായം പറയാൻ കഴിയുന്ന ആളുകളുണ്ടാവും. എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ അവരുടെ എണ്ണത്തിൽ കുറവായിരിക്കാം. 2-3 പേർ അല്ലെങ്കിൽ 3-4 പേരൊക്കെ ആ രംഗത്ത് അഭിപ്രായം പറയാൻ കഴിയുന്ന ഒരു രൂപം വിവിധ സ്ഥാപനങ്ങളിൽ ഉണ്ടായേക്കാം. അവരുടെ നല്ല അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും അതിനെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും അതിൽ മികച്ചത് എന്ന് തോന്നുന്ന അഭിപ്രായം സെക്രട്ടറിയുടെ അഭിപ്രായമായി ഭരണസമിതി യോഗത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നഷ്ടത്തെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ സെക്രട്ടറിക്ക് സൃഷ്ടിപരമായ പങ്കുവഹിക്കാൻ കഴിയുന്ന സാഹചര്യം കേരളത്തിലെ സഹകരണ മേഖലയിൽ നിലനിൽക്കുന്നു. ആദ്യം നമ്മൾ സംസാരിച്ചത് ഭരണസമിതിക്ക് ഒരു സ്ഥാപനത്തിൻ്റെ വികസന അജണ്ടയെ എങ്ങനെ സമീപിക്കാം, അല്ലെങ്കിൽ ജീവനക്കാർക്ക് എങ്ങനെ സമീപിക്കാം, ലാഭകരമായ പ്രവർത്തനം രൂപപ്പെടുത്തുന്നതിൽ ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിൽ ഭരണസമിതി തലത്തിലും ജീവനക്കാർ അല്ലെങ്കിൽ സെക്രട്ടറി തലത്തിലും സ്വന്തം നിലയിൽ നടത്തുന്ന ഒരു കോൺട്രിബ്യൂഷനെക്കുറിച്ചോ സാധ്യതയെക്കുറിച്ചോ ആണ് ഞാൻ ആദ്യം പറഞ്ഞതെങ്കിൽ, മറ്റൊന്ന് എക്സ്പെർട്ടുകളുടെ സേവനം വിനിയോഗിക്കുക എന്നുള്ളതാണ്. ഈ രംഗത്ത് വിവിധ എക്സ്പെർട്സ് ഉണ്ട്. സഹകരണ മേഖലയിൽ നിന്ന് റിട്ടയർ ചെയ്ത സെക്രട്ടറിമാരായി റിട്ടയർ ചെയ്ത ആളുകൾ, അസിസ്റ്റൻ്റ് രജിസ്ട്രാർമാരായും ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരായി ഓഡിറ്റേഴ്സ്, ഇൻസ്പെക്ടേഴ്സൊക്കെ ആയിട്ട് റിട്ടയർ ചെയ്ത ആളുകൾ, ജോയിൻ്റ് രജിസ്ട്രാറായി റിട്ടയർ ചെയ്ത ആളുകൾ, വിവിധ മുഖ്യധാര ട്രെയിനിങ് സെൻ്ററുകളുടെ ചുമതലക്കാർ, ഫാക്കൽറ്റികൾ, അവിടെ നിന്ന് റിട്ടയർ ചെയ്തവർ, അങ്ങനെ മിടുക്കരായ കുറേയേറെ ആളുകളെങ്കിലും സഹകരണ മേഖലയിലെ പ്രൊഫഷണൽ പരിശീലനം നൽകാനും പ്രൊഫഷണൽ ഉപദേശങ്ങൾ നൽകാനും ശേഷിയുള്ള ആളുകളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ആ രംഗത്ത് അവരുടെ സേവനം പ്രയോജനപ്പെടുത്തി ഓരോ സ്ഥാപനത്തിൻ്റെയും നഷ്ടസാധ്യതകളെ വിലയിരുത്താനും ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാനും കഴിയും. ആ രൂപത്തിലുള്ള ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കി കൊടുക്കുന്ന വിവിധ സ്ഥാപനങ്ങളുണ്ട്. അതിലെ ഒരു സ്ഥാപനമാണ് സഹകാര്യം കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് സർവീസസ് കൊച്ചി കേന്ദ്രമായി കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് സഹകാര്യം കൊച്ചി. എല്ലാ രംഗത്തുമുള്ള പ്രൊഫഷണലുകളുടെ ഒരു ശൃംഖല സഹകാര്യത്തിൻ്റെ എക്സ്പെർട്ട് ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടുണ്ട്. വിവിധ ട്രെയിനിങ് സെൻ്ററുകളിലെ എക്സ്പെർട്ട് ഗ്രൂപ്പുകളുമായി സഹകരിച്ച് ഇത്തരം പ്രോഗ്രാമുകൾ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം സഹകാര്യം കൊച്ചിക്കുണ്ട്. ആ രംഗത്ത് ICMുമായി ബന്ധപ്പെട്ടോ, ഇനി കിക്കുമയുമായി ബന്ധപ്പെട്ടോ, മറ്റ് കിംബുമായി ബന്ധപ്പെട്ടോ ആ രംഗത്തെല്ലാമുള്ള വിവിധ പ്രഗത്ഭരായ അധ്യാപകരുടെ അക്കാഡമിക് സപ്പോർട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കായി ഓരോ സ്ഥാപനത്തിനും ഉപയോഗപ്പെടുത്താൻ കഴിയും. അത് സഹകാര്യവുമായി ബന്ധപ്പെട്ട് നിർവഹിക്കാൻ കഴിയും, സ്വന്തം നിലയിൽ നിർവഹിക്കാൻ കഴിയും, എക്സ്പെർട്ടുകളെ സ്വയം കണ്ടെത്തി സ്ഥാപനങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ICM തിരുവനന്തപുരം പോലെ ഉള്ള കേന്ദ്ര സർക്കാരിൻ്റെ, സംസ്ഥാന സർക്കാരിൻ്റെ ഒക്കെ അംഗീകാരമുള്ള വലിയ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആ രംഗത്ത് മികച്ച പ്രൊഫഷണലുകളെ അക്കാഡമിക് സപ്പോർട്ട് നൽകാൻ വേണ്ടിയുള്ള സന്നദ്ധതയായിട്ട് രംഗത്തുണ്ട്. അവരുടെ സൗകര്യം കൂടി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. അങ്ങനെ വിവിധ ട്രെയിനിങ് സെൻ്ററുകളുടെ സാധ്യതകൾ, അവരുടെ ഫാക്കൽറ്റികളുടെ സാധ്യതകൾ, മിടുക്കരായ അധ്യാപകരുടെ സാധ്യതകൾ, ഈ രംഗത്ത് പ്രവൃത്തി പരിചയമുള്ളവരുടെ പരിചയങ്ങൾ, ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ സഹകരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന മേക്കിംഗ് ദ കോപ്പറേറ്റീവ്സ് മോർ സ്ട്രോങ് എന്ന ഒരു മുദ്രാവാക്യം നമുക്ക് കേരളത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ കേരളത്തിലെ 60% സംഘങ്ങൾ നഷ്ടത്തിൽ
ആ സംഘങ്ങളുടെ നഷ്ടം 9400 കോടി എന്ന് പറയുന്ന ആ ഭീതിജനകമായ കണക്കിൽ നിന്നും കേരളത്തിലെ സഹകരണ മേഖലയെ മോചിപ്പിക്കാനും അങ്ങനെ മോചിപ്പിച്ചുകൊണ്ട് അതിശക്തമായ സഹകരണ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കാനും വേണ്ടിയുള്ള പ്രയാണത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. ആ സാധ്യതകളിലേക്ക് കൂടി കേരളത്തിലെ കോപ്പറേറ്റീവ് സെക്ടറിനെ ശക്തിപ്പെടുത്താൻ ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ രംഗത്ത് ഇടപെടാൻ കഴിയും. അങ്ങനെ സഹകരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു സഹകരണ ശാക്തീകരണ സംരംഭം കേരളത്തിലെ സഹകരണ മേഖലയിൽ ഉരുത്തിരിയേണ്ടതുണ്ട്. അതിന് സഹകരണ വിദഗ്ധരുടെ സേവനവും സഹകരണ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ സേവനവും എല്ലാം ഉപയോഗിക്കാൻ ട്രെയിനിങ്ങിന് വേണ്ടി നാം നടത്തുന്ന അല്ലെങ്കിൽ ഒരു ആക്ഷൻ പ്ലാൻ ചെയ്യാൻ വേണ്ടി നാം മുടക്കുന്ന ഒരു എക്സ്പെൻസ് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഒരു നഷ്ടമല്ല, അത് ഭാവിയിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ വിദഗ്ധന്മാരുടെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കർമ്മ പദ്ധതികൾ തയ്യാറാക്കാൻ കഴിയുന്ന സാധ്യതകൾ കൂടി ഈ മേഖലയിൽ നിലനിൽക്കുന്നു. അത്തരം കർമ്മ പദ്ധതികളുടെ വിവിധ സാധ്യതകളിലൂടെ പല കോപ്പ് ടോക്സിലൂടെയായി മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇത് ആമുഖമായ ഒരു സംഭാഷണമാണ്, ഒരു സംവാദമാണ് ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നിർവഹിക്കുന്നത്. അപ്പോൾ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ എക്സ്പെർട്ട് സേവനം ആവശ്യമുള്ള സഹകരണ സ്ഥാപനങ്ങൾക്ക് വിളിക്കാം. അതിനുവേണ്ടി ഞാനൊരു ഫോൺ നമ്പർ കൈമാറുന്നു. 960 58 9 0002 എന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഒന്നുകൂടി ഞാൻ നമ്പർ പറയുകയാണ്. അത് ഒരു സഹകാര്യം ഹെൽപ്പ് ഡെസ്കിൻ്റെ ഫോൺ നമ്പറാണ്. സഹകരണ ശാക്തീകരണം ആഗ്രഹിക്കുന്ന സംഘങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. 960 58 9 0002 ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ടാൽ ഞാൻ ഈ പറഞ്ഞ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്ന സേവനങ്ങൾക്കും പരിശീലനങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാം. അങ്ങനെ കേരളത്തിലെ സഹകരണ മേഖലയെ കരുത്തുറ്റതാക്കുന്ന ഇന്നുള്ള സ്ഥിതിവിവര കണക്കുകളുടെ ഭീതിയിൽ നിന്നും കരുത്തുറ്റ ഒരു പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടി നഷ്ടത്തിലുള്ള സംഘങ്ങളെ ഘട്ടം ഘട്ടമായി ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വലിയ ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്നും മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ കോപ്പ് ടോക്സ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.